എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈറ്റ് വിക്ടേഴ്സ് 8ാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മാത്സിലെ ഹോംവർക്ക് പ്രോബ്ലമാണ്. അപ്പോൾ വീഡിയോ അവസാനമായി കാണാൻ പരിശ്രമിക്കുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് മാച്ചിങ് പെയേഴ്സ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദം. തന്നിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിലെയും തുല്യമായ വശങ്ങൾ കണ്ടുപിടിക്കുക. വളരെ സിമ്പിളായി നമുക്കിത് ചെയ്യാൻ സാധിക്കും. കൂട്ടുകാർക്ക് കൺസെപ്റ്റ് മനസ്സിലായാൽ സിമ്പിളായത് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എ ബി സി എന്ന ത്രികോണവും പി ക്യു ആർ എന്ന ത്രികോണം തന്നിട്ടുണ്ട്. ഒരു വശം തന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ കോണ് ആംഗിളാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ബി സിയിലെ മൂന്നാമത്തെ കോണെന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ് നമുക്ക് ലഭിക്കുക. പി ക്യു ആറിലെ മൂന്നാമത്തെ കോണിൽ നമുക്ക് ലഭിക്കുക 60 ഡിഗ്രിയാണ്. അതെങ്ങനെ ലഭിച്ചു നമുക്ക് നോക്കാം. നമുക്കറിയാം മൊത്തം അളവെന്ന് പറയുന്നത്, മൊത്തം കോണളവെന്ന് പറയുന്നത് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എ ബി സിയിൽ 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കും 180 ഡിഗ്രി മൈനസ് 100 = 80 ഡിഗ്രി. ഇതേപോലെ തന്നെ നമുക്ക് പി ക്യു ആറിൽ 6ൻ്റെ കോണാണ് ലഭിക്കേണ്ടത്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി = 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കുക 60 ഡിഗ്രിയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് തുല്യമായ വശങ്ങളാണ്. നമുക്കറിയാം ഹിയർ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാകുന്നു. അത് കൂട്ടുകാർ തീർച്ചയായും മനസ്സിൽ പഠിച്ചിരിക്കണം. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാകുന്നു. അപ്പോൾ ഇവിടെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള ഇപ്പോൾ 40 ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ എ ബി = പി ആർ. അതുപോലെ തന്നെ 60 ഡിഗ്രി നോക്കുമ്പോൾ എ സി = പി ക്യു. അതുപോലെ തന്നെ നമ്മൾ 80 ഡിഗ്രി നോക്കുമ്പോൾ ബി സി = ക്യു ആർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തുല്യമായ വശങ്ങൾ ലഭിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും അതിനെപ്പറ്റിയുള്ള കമൻറ്റ് താഴെ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.